ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം നമ്മളൊരു പുതിയ ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ അത് വലിയ 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 വിഷയമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. യുനോ ഐ എം സോ എക്സൈറ്റഡ് ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യാനും ആ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനും എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട്. നിങ്ങളിൽ നിന്ന് ഞാൻ ഒരുപാട് സജഷൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പൊ വേറൊരു സൂത്രം കാണിച്ചു തരാം. ഓ മൈ ഗോഡ്. സോ ടുഡേസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് വാട്ട് ഐ ക്യാരി ഇൻ മൈ ബാഗ്. നിങ്ങൾ എല്ലാവരും എൻ്റെ ബാഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ എവറി ഡേ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത് സൂക്കിൻ്റെ ഒരു ബാഗാണ്. ഈ ഒരു സൈഡ് ബാഗാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബാഗിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്നാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകും. ഈ ബാഗിനെ കുറിച്ച് ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറയാം. ഞാനൊരു ലാസ്റ്റ് ഇയർ സെപ്റ്റംബർ 5 എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ഡേ, ഞാൻ എനിക്ക് തന്നെ കഴിഞ്ഞ കൊല്ലത്തെ ടീച്ചേഴ്സ് ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ബാഗാണ് കേട്ടോ. കുറേ പേര് സൂക്കിൻ്റെ ബാഗ് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഈവൻ ഐ വാണ്ടഡ് ടു ഗെറ്റ് എ ബാഗ് ഫോർ മീ. ആക്ച്വലി നല്ല കംഫർട്ടബിൾ ആണ്, കുറച്ച് ഹെവിയാണ് ഗൈസ്. ഇതിനകത്ത് സാധനങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല ഹെവിയാണ് ഗൈസ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 1499 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സോ ഈ ഒരു ബാഗ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂക്കിൻ്റെ വെബ്സൈറ്റിൽ ഡയറക്റ്റ് ആയിട്ട് കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് ഈ ബാഗിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഒരു മെയിൻ കമ്പാർട്ട്മെന്റ് ആണ് കേട്ടോ വരുന്നത്. സോ ഇങ്ങനെയാണ് ഈ ഒരു കമ്പാർട്ട്മെന്റ് വരുന്നത്. സോ ഇങ്ങനെ തുറന്നു കഴിയുമ്പം ഇങ്ങനെ ഒരു വലിയ കമ്പാർട്ട്മെന്റ് വരും. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കമ്പാർട്ട്മെൻറ്റും കൂടി ഉണ്ട്. ഇത് ആക്ച്വലി ലാപ്ടോപ്പ് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു കമ്പാർട്ട്മെൻ്റ് ആണ്. സോ ഇതിനകത്ത് ഞാൻ അങ്ങനെ ലാപ്ടോപ്പ് വെക്കാറില്ല. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് മൈ വാലറ്റ്. ഇതാണ് എൻ്റെ വാലറ്റ്. ഈ വാലറ്റ് ഞാൻ മംഗലാപുരത്തെ ഹമ്പൻകട്ട എന്ന് പറയുന്ന പ്ലേസിൽ നിന്ന്, അതായത് മംഗലാപുരത്തെ ഹൃദയഭാഗമായ ഹമ്പൻകട്ടയിൽ നിന്ന് മേടിച്ച വാലറ്റാണ് കേട്ടോ. സോ ഇതിനകത്ത് എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. സോ ഇതിനകത്ത് കുറച്ച് ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ പല വർഷമായിട്ട് ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ആധാർ കാർഡ്. സോ ഈ ആധാർ കാർഡ് ഉണ്ട്. പിന്നെ വരുന്നത് കുറച്ചധികം ഫോട്ടോസ് ഉണ്ട് ഗൈസ്. സോ ഇതൊരു ഫോട്ടോ. ഇത് ഞാൻ PUC പഠിക്കുമ്പോൾ എടുത്തൊരു ഫോട്ടോയാണ്. ഐ തിങ്ക് 7-8 ഇയേഴ്സ് ബാക്ക്. ഈ ഒരു ഫോട്ടോ ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത ഒരു ഫോട്ടോയാണ് കേട്ടോ. ഇത് ഇനിയൊരു ഫോട്ടോ. ഇത് എനിക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി ഇരുന്നപ്പോൾ, ഡൽഹിക്ക് പോകാൻ വേണ്ടി ഇരുന്നപ്പം ഞാൻ പെട്ടെന്ന് തലേദിവസം തന്നെ പോയി എടുത്ത ഒരു ഫോട്ടോയാ ഗൈസ്. ദിസ് ഇസ് മൈ റീസെൻ്റ് അല്ല, ജോലിക്ക് കയറുന്ന സമയത്ത് എടുത്ത ഫോട്ടോയാണേ. സാരി കൊടുത്തിട്ട് മോസ്റ്റ് റീസെൻ്റ് ആയിട്ട് സ്റ്റുഡിയോ പോയിട്ട് എടുത്തൊരു ഫോട്ടോ. ഇത് ഇക്കൊല്ലം, അതായത് ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ടായപ്പം ഫയൽസിൽ രജിസ്റ്റേഴ്സിൽ വെക്കാൻ വേണ്ടി എടുത്ത ഒരു ഫോട്ടോ ആണ് ഗൈസ്. സോ അത്രയായിരുന്നു നമ്മൾ ഇതിനകത്ത് കണ്ടത്. ഇനിയുള്ളത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പം വരുന്ന ഒരു സാധനമാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇങ്ങനെ ഒരു ഫോട്ടോ. ഇതെൻ്റെ ഒരു ഫാമിലി ഫോട്ടോ ആണ്. സച്ച് എ ക്യൂട്ട് ഫോട്ടോ. ഞാൻ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ഫോട്ടോ. ഈ ഫോട്ടോ ഞാൻ ലാമിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഞാനും ചേച്ചി ഇങ്ങനത്തെ ഈ ഒരു ഫോട്ടോ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ഇത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ പപ്പ, ഇത് ചേച്ചി, ഇത് മമ്മി, ഇത് ഞാൻ. നോക്ക്. സോ സച്ച് എ സ്മോൾ ഫോട്ടോ. ഇനി നമുക്ക് ഇതിനകത്തുള്ള കാർഡ്സ് ഒക്കെ നോക്കാം. അപ്പോൾ ഈ ATM കാർഡ്സ് ഒക്കെ 4 ATM കാർഡ് ഉണ്ട്. എന്തിനാന്ന് പോലും എനിക്കറിയത്തില്ല. ഐഡൻറ്റിറ്റി പ്രൂഫ് കാർഡ്സ് നോക്കാം. വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്. പിന്നെ ആധാർ കാർഡ് ഞാൻ കാണിച്ചില്ലേ, അത് ഞാൻ ഉള്ളിലാണ് വെക്കാറ് കേട്ടോ. സോ ഇത്രയും കാർഡ്സും സാധനങ്ങളുമാണ് എൻ്റെ വാളറ്റിൽ ഞാൻ വെച്ചിരിക്കുക. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഒരു ചെറിയ ഡയറിയാണ്. ഈ ഒരു ഡയറിയും ഈ ഒരു ചെറിയ ബുക്കും വേറൊരു ഡയറിയും ഞാൻ വെക്കാറുണ്ട്. ഇപ്പോൾ വീട്ടിലേക്ക് വന്നതുകൊണ്ട് ഞാൻ ആ ഡയറി കൊണ്ടുവന്നില്ല. ഈ ഒരു ഡയറിക്കകത്ത് ഞാൻ എൻ്റെ യൂട്യൂബ് കണ്ടൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ചെറിയ ബുക്കിനകത്ത് നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇങ്ങനെ ചെറിയ രണ്ട് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് ഞാൻ എൻ്റെ ഒരു പോക്കറ്റ് ഡയറി വെക്കും. പോക്കറ്റ് ഡയറി ഞാൻ ബാഗിനകത്താണ് വെക്കാറ്. പിന്നെ ഉള്ളതാണ് എൻ്റെ എയർപോഡ്സ്. പിന്നെ ഇതിനകത്ത് ഞാൻ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്, ചില്ലറ പൈസയൊക്കെ ആയിരിക്കും. ഓ മൈ ഗോഡ്. ഒരു കീ പഞ്ച് ഉണ്ട്. ഇത് അനു വന്നപ്പോൾ കൊണ്ടുവന്നൊരു കീ പഞ്ചാണ്. ഈ ഒരു കീ പഞ്ച് ഉണ്ട്. കൊന്ത, പിന്നെ
കീ, പിന്നെ ഒരു ചെറിയ ഇറേസർ, ഇങ്ങനത്തെ ഉണ്ട് കേട്ടോ. പിന്നെ വരുന്നതാണ് ഈ ഒരു ക്ലച്ച്, ഫ്ലവറിൻ്റെ ഈ ഒരു ക്ലച്ച്. പിന്നെ 2 പേന ഗൈസ്, ഒരു റെഡ് പെന്നും ഒരു ബ്ലൂ പെന്നും എപ്പോഴും എൻ്റെ ഒരു ബാഗിനകത്ത് ഉണ്ടാവും. പിന്നെ അത്യാവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ലിപ്സ്റ്റിക്, ഇത് സ്റ്റേസിൻ്റെ ലിപ് ക്രയോൺ. പിന്നെ എൻ്റെ കബോർഡ് കീ. ഇനി എന്താ ഉള്ളത്? പിന്നെ ഒരു ടാബ്ലറ്റ് ഉണ്ട്. എൻ്റെ പൗച്ചിനകത്ത് ആക്ച്വലി ടാബ്ലറ്റ്സ് ഞാൻ എപ്പോഴും വെച്ചിരിക്കും കേട്ടോ. സോ പൗച്ച് ഞാൻ PGയിൽ തന്നെ വെച്ച് ബാക്കിയായി. പൗച്ചിനകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, കുറേ പേനയുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് എൻ്റെ 2, ഇത് ഐഫോണിൻ്റെ ചാർജറാണ്, ഇതെൻ്റെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ചാർജറാണ്. ഫോൺ ഇത് ഇവിടെ ഉണ്ട്. പിന്നെ ഉള്ളതാണ് ഒരു 100 രൂപയുണ്ട് ഗൈസ്. പിന്നെ ഉള്ളതാണ് എൻ്റെ അലൈനേഴ്സ്. ഇത് വിസിലിൻ്റെ സ്മൈൽ അലൈനേഴ്സ് ആണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ. ജോസിനുള്ള അലൈനേഴ്സും പിന്നെ അതിൻ്റെ ഫിക്സറും ഉണ്ട് കേട്ടോ. കൊട, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൊട. എപ്പോഴും എൻ്റെ ബാഗിൽ, ഈ ഒരു ബാഗിലാണെങ്കിൽ എപ്പോഴും ഇതുണ്ടാവും കേട്ടോ. നെക്സ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇനി വരുന്നതാണ് വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ വരും. 2 സ്ക്രഞ്ചീസ്, പിന്നെ ഒരു ചെറിയ കുട്ടി ബാഗ്, പിന്നെ എൻ്റെ വെറ്റ് വൈപ്സ്, സ്കൂളിൻ്റെ ID കാർഡ്, കോളേജിൻ്റെ ID കാർഡ്. ആസ് യു ഓൾ നോ, ഞാനൊരു B.Ed സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ആ കോളേജിൻ്റെ ID കാർഡും ഈ ബാഗിനകത്ത് എപ്പോഴും ഉണ്ടാവും. കാരണം സ്കൂൾ കഴിഞ്ഞ് ചില സമയം ഞാൻ കോളേജിൽ പോകാറുണ്ട്. പിന്നെ വരുന്നതാണ് ബർത്ത്ഡേ കാർഡ്സ് കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു കാർഡ്, ഹാപ്പി ടീച്ചേഴ്സ് ഡേ കാർഡാണ്. ഇതിനകത്ത് ടീച്ചേഴ്സ് ഡേക്ക് എടുത്ത ഫോട്ടോസ് ഈ QR കോഡിലുണ്ട്. സോ ഐ ക്യാൻ ടേക്ക് ദ ഫോട്ടോസ് ഫ്രം ദ QR കോഡ്. പിന്നെ ഒരു തൊപ്പി ഞാൻ PGയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിരുന്നു. പിന്നെ ഇതുപോലത്തെ ഒരു 2 കവർ വെച്ചിരിക്കും. കാരണം മഴ പെയ്ത് കുട നനഞ്ഞെങ്കിൽ ബാഗിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവറിനകത്ത് വെക്കാറുണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു ചെറിയ പൗച്ചാണ്. പിന്നെ എപ്പോഴും ഈ ബാഗിനകത്ത് ഒരു കർച്ചീഫ് ഉണ്ടാവും. സോ കർച്ചീഫിന് ഇതിനകത്ത് ഒരു നെയിൽ പോളിഷ് ഉണ്ട് ഗൈസ്. ഇത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സ് ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ചെറി റെഡ് കളറിൻ്റെ ഒരു നെയിൽ പോളിഷാണ്. അതേ കളറാണ് ഞാൻ എൻ്റെ നെയിൽസിനും വെച്ചിരിക്കുന്നത്. എൻ്റെ പുതിയ നെയിൽസ് എങ്ങനെയുണ്ട്, കൊള്ളാവോ? നല്ലോണം. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ നെയിൽ എക്സ്റ്റൻഷൻ വെക്കുന്നത്. സോ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് എൻ്റെ ബാഗിനകത്ത് വരുന്നൊരു കാര്യം, വാട്ടർ ബോട്ടിൽ. ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ് ഉണ്ടാവും കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ബാഗിനകത്ത് ഉണ്ടാവാറുള്ളൂ. കേസ് മിസ് ഔട്ട് ആയെങ്കിൽ ഉള്ളതാണ് ഒരു സൺസ്ക്രീൻ. മിക്ക സമയങ്ങളിലും എൻ്റെ ബാഗിൽ ഉണ്ടാവാറുള്ളൊരു കാര്യമാണ് സൺസ്ക്രീനും ഒരു ലിപ്സ്റ്റിക്കും. എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഇപ്പം അത് കാണുന്നില്ല, എന്താണെന്നറിയില്ല, മേ ബി തീർന്നു പോയപ്പോൾ ഞാൻ മാറ്റിയതായിരിക്കും കേട്ടോ. സോ ഇതൊക്കെയാണ് എൻ്റെ ബാഗിനകത്തുള്ളത്. ഞാൻ എൻ്റെ ബാഗിൽ ഇത്ര മാത്രമേ ക്യാരി ചെയ്യാറുള്ളൂ. സോ ഐ ഡോണ്ട് നോ. സോ നിങ്ങളുടെ ബാഗിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് എൻ്റെ അടുത്ത് പറയാൻ മറക്കരുത്. താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നിങ്ങൾക്ക് എന്ത് വീഡിയോസ് ആണ് വേണ്ടതെന്നുള്ളത് കൂടെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. സോ ദാറ്റ് ഐ ക്യാൻ സ്റ്റാർട്ട് പ്രിപ്പയറിങ് ഫോർ ദാറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പുതിയൊരു കണ്ടന്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.